ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ചെമ്മീൻ മുളക് കറിയാണ്. അതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ഇതാ ചെമ്മീന ഇതുപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുക്ക് ഇതാ ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുത്തേനാൽ അതിൻ്റെ ഉള്ളൊരു ബ്ലാക്ക് നൂല് പോലത്തെ നമ്മൾ മാറ്റി കൊടുക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ എനിക്കിവിടെ കിട്ടിയ കുറച്ച് വലിയ ചെമ്മീനായതുകൊണ്ട് ഞാൻ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ചെമ്മീനാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കുക. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തേക്കുന്നത് ചട്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ അതെടുക്കുക. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ എടുക്കണതല്ല, ഞാനിപ്പോൾ എടുത്തത് ചെമ്മീൻ്റെ അളവ് മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തോരം ചെമ്മീനാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അളവുകൾ കൂട്ടിയാൽ മതി. അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു പേസ്റ്റ് രൂപത്തിൽ. ഇനി അതിലേക്ക് 2-3 ചെറിയ ഉള്ളി അരിഞ്ഞതും, ഒരു പച്ചമുളകും, പിന്നെ ഒരു ചെറിയ കഷ്ണം കുടംപുളിയും, പിന്നെ ആവശ്യത്തിന് വേപ്പിലയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ചെമ്മീനും കൂടി ചേർത്തൊന്ന് നല്ലോണം ഒന്ന് ഇതാക്കി എടുക്കുക. മസാലയൊക്കെ എല്ലായിടത്തും എത്തണ വിധത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളമാണ്. അപ്പം ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം നിങ്ങളുടെ ചാറിനൊക്കെ അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓണാക്കി ഇത് വെച്ച് കൊടുക്കുക. അടച്ച് വെച്ച് വേണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കുക. 2-3 മിനിറ്റിന് ശേഷം എന്താ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് ആക്കിയിട്ട് വേണം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട്. ഈ സമയം ഉപ്പൊന്നും ഇല്ലെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് വറ്റിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറുകിയാണ് വന്നേക്കണത്. ചാറിനനുസരിച്ച് ഓരോരുത്തർ ചാറിനനുസരിച്ച് കുറുക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് പച്ച വെളിച്ചെണ്ണ കൂടി മുകളിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ മുളക് കറി. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ.